ഏർലി മോർണിംഗ് ആൻറ്റീൻ്റെ ഗാർഡനിങ്, പിന്നെ ആ തോട്ടത്തിലുള്ള പക്ഷികളുടെ സൗണ്ട് നല്ല പ്ലസൻറ്റ് ഫീലായിരുന്നു. സോ ടുഡേ ഈസ് ഡേ 2 ഇൻ താക്കേരി. ഒരു 8:30 ഒക്കെ ആയപ്പോൾ എല്ലാവരും പൊന്താൻ തുടങ്ങിയ ബെഡിൽ നിന്ന് അങ്ങനെ സ്മിത ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു. ഇതായിരുന്നു ഒരു വിക്രസ്. ಕಾಟ ಕೊಟ್ಟಿಲ್ಲ ನಾನು ಬಂದು ಕೂತಿದೆ ಅಷ್ಟೇ ಕೂತ್ಕೊಂಡು ಕಿವಿನ ಹಿಂಗ ಅಂದೆ ಅಷ್ಟೇ ನಾನು ಹಿಂಗ ಅಂದೆ ഇവർ രണ്ടുപേരുമാണ് ന്യൂലി മാരീഡ് കപ്പിൾ. അതിൽ നിക്കോളസ് ആണ് സ്മിതേന്റെ ഫ്രണ്ട്. ഇതാണ് ഇവരെ വൈഫ്. അങ്ങനെ ഞങ്ങളൊക്കെ വന്ന സന്തോഷത്തിൽ ആൻറ്റി രാവിലെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. സേമിയ പായസം, പിന്നെ ദോശ, ഇതൊക്കെ സെറ്റാക്കിയിട്ട് റെഡി ആയിരിക്കുമായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ഫുഡ് ഇവിടെ എനിക്ക് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്മിതേൻ്റെ തോട്ടത്തിലോട്ട് വിട്ടു. ആക്ച്വലി ഇന്ന് നിക്കോളസ് പിന്നെ അവർ ഫ്രണ്ട്സൊക്കെ ഇന്ന് പോവുകയാണ്. സോ അവർക്ക് കുറച്ച് എന്താ പറയുക, നാരങ്ങ അങ്ങനത്തൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നോ. സോ നാരങ്ങ, കൈപ്പുളി ഇതൊക്കെ ആക്ച്വലി ഇവരുടെ തോട്ടത്തിലുണ്ട്. സോ അത് പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്മിതേൻ്റെ തോട്ടത്തിലോട്ട് വിട്ടു. ഇവർ തോട്ടത്തിലേക്ക് പോകുന്ന വഴി ഒരു മൽബറി മരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൽബറിയൊക്കെ പറിച്ച് അതൊക്കെ കഴിച്ചും കൊണ്ട് നേരെ വിട്ടു. അങ്ങനെ ഞങ്ങൾ തോട്ടത്തിലെത്തി. അവിടെ ഓൾറെഡി സ്മിതേൻ്റെ അച്ഛൻ മരത്തിൽ കയറി നാരങ്ങ പറിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നല്ല ഫ്രഷ് നാരങ്ങയൊക്കെ കഴിച്ചു. അങ്ങനെ നാരങ്ങയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മുന്നോട്ട് വിട്ടു. അപ്പോൾ സ്മിത അവളുടെ അച്ഛനുണ്ടാക്കിയ ബ്രിഡ്ജ് കാണിച്ചു തന്നു. ഇതാണ് ബ്രിഡ്ജ്. ദിസ് ഈസ് എ ബ്രിഡ്ജ്. ನಮ್ಮಪ್ಪ ಮಾಡಿದ ಬ್ರಿಡ್ಜ್ ಅಂತ ಕಟ್ಟಿಗೆನೆಲ್ಲ ಈಗ ತಗೋಬೇಕಾಗೋದು, ಬೇರೆ ಯೂಸ್ ಆಗೋದು. ನಾನು 80 kgs ಮಿಲ್ಲ ಅಣ್ಣ, ದಾಟ್ ಹಾಕಿರೋದು ಡ್ಯಾನ್ಸ್ ಮಾಡ್ತಾರೆ ಹೋಗ್ಬಿಡಿಯಲ್ಲಿ ಕಳೆದು ಹೋಗಿದ್ರೆ ಅಪ್ಪ ಮಾಡಿದ ಬ್ರಿಡ್ಜಲ್ಲೇ ಬ್ರಿಡ್ಜ್ ಅಡಿ ನೆನಪಾಗಿ ಹೋಗ್ಬಿಡ್ದು. ಇಲ್ಲಿ ಬನ್ನಿ. നിക്കോളസിൻ്റെ വൈഫ് ഇച്ചിരി ഷൈ ടൈപ്പായിരുന്നു, പക്ഷെ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ആക്ച്വലി പുള്ളിക്കാരിൻ്റെ കണ്ണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരിക്കൊരു ക്യാറ്റ് ഐസ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ണ് കാണാൻ. അങ്ങനെ തോട്ടത്തിൽ അല്ലാതെ ചില്ലറ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മരക്കവാത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മുന്നോട്ട് വിട്ടു. അപ്പൊ ദുഷ്യന്ത് പറഞ്ഞു, എനിക്കും മലയാളം അറിയാം. ഇതാണ് അവന്റെ മലയാളം. ಮಲಯಾಳಂ ಬರ್ತಾ ಇದ್ದೀನಿ, ಕೇಳಿಸ ಗೊತ್ತಾಯ್ತಿಲ್ಲ ನನಗೆ. ಹೌದಾ? ಮಲಯಾಳಂ ಮಕ್ಕಳು ಬೇವಡಿ ಇಬ್ರು ತಿಕ್ಕಲು ತಿಕ್ಕಲು ಆಡ್ತಾರೆ ಕ್ಯಾಮ್ರಾ ಮುಂದೆ. ಮಲಯಾಳಂ ಉಮಳಿ ಕ್ಯಾಟ್ ಬಟರ್ ಫ್ರೂಟ್ ಇದ್ದಿದ್ದು ಯೂಟ್ಯೂಬ್ ಅಲ್ಲಿ ಬ್ಲಾಗ್ ಮಾಡೋದು ಚೆನ್ನಾಗಿರುತ್ತೆ. ರಿಯಾಲಿಟಿ ಹಿಂಗೆ ಕ್ಯಾಮ್ರಾ ಜೊತೆ ಫೋನ್ ಜೊತೆ ಮಾತಾಡ್ತಾ ಇರ್ತಾರ. ತೋಟಕ್ಕೆ ಬಂದು ಉಮೇಶ್ ಅಜೀವಾಗಿರುತ್ತೆ ಬೇರೆಯವ್ರಿಗೆ ನೋಡಕ್ಕೆ. ಇದೇನ್ ಮಾಡ್ತಾರೆ ಉಮೇಶ್ ಅವರು ತೋಟಕ್ಕೆ ಬಂದು ಹಿಂಗೆ ಬಿಸ್ಲಾಣ ಹೋಗಿ ಹೋಯ್ತು ನೋಡ್ಕೊಂಡು ಹೋಗಿ ಕಡಿತೈತ. അങ്ങനെ ബാബ പുതിയൊരു സംഭവം കണ്ടുപിടിച്ചു. ಮತ್ತೊಂದು ಚಿಕ್ಕ ಇಟ್ಕೊಂಡು
പൊട്ടാറ്റോ ട്വിസ്റ്റ്. പൊട്ടാറ്റോ ട്വിസ്റ്റ്. ಈ ಮುಗಿತಲ್ಲಿ ದೊಡ್ಡ ಏನದು 100 ರೂಪಾಯಿ ಒಂದು. ಏನದು ಪೊಟಾಟೋ ಟ್ವಿಸ್ಟ್ ವಿತ್ ಲೆಮನ್ ಟಚ್. ಅಲ್ಲ ಕಿತ್ಲೆನ್ ಟಚ್. ಕಿತ್ಲೆನ್ ಟಚ್ ಫ್ಲೇವರ್ ಬೇಕೇನಾ? അങ്ങനെ നാരങ്ങയൊക്കെ പറിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. പോകുന്ന വഴി ഞാനൊരു സംഭവം കണ്ടുപിടിച്ചു. ഞാനിങ്ങനെ കുറച്ച് ഇല പറിച്ചു. പക്ഷെ അവിടെ ലൈക്ക് തോട്ടത്തിൽ ചുണ്ണാമ്പൊക്കെ അടിച്ചായിരുന്നു. എന്നോട് ഇടുമ്പോൾ തന്നെ അവർ പറഞ്ഞു ചുണ്ണാമ്പാണ് പൊള്ളുമെന്ന്. ഞാൻ പറഞ്ഞു ഒന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പാവം ആ ചെക്കൻ്റെ കയ്യിൽ ഏരിയയിൽ ചുണ്ണാമ്പെടുത്ത് കുറേ പിടിപ്പിച്ച് അവൻ്റെ കയ്യിൽ ടാറ്റു ഇട്ടു. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ കയ്യിലും പൊള്ളിയായിരുന്നു, അവൻ്റെ കയ്യിലും പൊള്ളിയായിരുന്നു. കണ്ടില്ലേ, വെച്ച് അമർത്തി കൊടുത്തു ഞാൻ. പാവൻ ചെക്കൻ എന്നെ വിശ്വസിച്ച് കൈ നീട്ടിയതാ. അങ്ങനെ നാരങ്ങയൊക്കെ പറിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു വരുന്ന വഴി അവിടെ ഒരു വീടുണ്ട്. സോ അവിടുത്തെ കുറച്ച് ആൾക്കാരെ കണ്ട് അവരെ കൂടെ സംസാരിച്ചു. ആരാന്നല്ലേ, ദാ ഈ കാണുന്ന 3 ആൾക്കാർ. ദേ വേ ക്യൂട്ട് ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇവരെയൊക്കെ കളിപ്പിച്ച് നേരെ അവിടെയുള്ള വീട്ടിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ പണ്ടത്തെ ഫോണും വെച്ച് കുറച്ചു നേരം കളിച്ചു. അങ്ങനെ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ അവിടെ ഒരു വീട്ടിൽ പന്നീനെ വളർത്തുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ പോയി ആ പോർക്കിനെ ഒന്ന് കണ്ടിട്ട് വന്നു. എന്തിനാ പോർക്കെന്ന് പറഞ്ഞല്ലേ, ഒന്നുമില്ല, അടുത്ത ദിവസം ഞാൻ ഇയാളെ തിന്നാൻ പോവുമായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേക്കുള്ള ഫുഡായിരുന്നു ആക്ച്വലി. സോ ഈ വാവേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആക്ച്വലി ഇന്നാണ് ഈ വാവേൻ്റെ ബർത്ത്ഡേ. പക്ഷെ നെക്സ്റ്റ് ഡേ ആയിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ അവളുടെ ഒരു അങ്കിൾ കൊടുത്ത് അങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ അവിടുന്ന് സ്മിതേൻ്റെ ഇനിയൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ എത്തിയപ്പോൾ അവിടെയും 2 വില്ലന്മാരുണ്ടായിരുന്നു. അവരോട് കുറച്ചു നേരം കളിച്ച് പിന്നെ ആൻറ്റീൻ്റെ അവിടുത്തെ ഗാർഡനിങ് നല്ല അടിപൊളി കുറേ ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആൻറ്റീൻ്റെ വീട്ടിൽ. അങ്ങനെ വെറൈറ്റി കളേഴ്സ്, ഒരു കളറല്ല, അങ്ങനെ കുറേ കളേഴ്സ്. സി ഐ എം ക്രേസ് ഓഫ് ഫ്ലവേഴ്സ്. സോ അങ്ങനെ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ എൻ്റെ കൂടെ ഉള്ളതാ ഈ ഉള്ള കുട്ടി. റിമോട്ട് കാറിൽ കുറച്ചു നേരം കളിയായിരുന്നു. പൊരിയുന്ന വെയില, പക്ഷെ ഈവന്തോ അവള് കളി നിർത്തിയില്ല, കളിയായിരുന്നു. അങ്ങനെ അവരെ വീട്ടിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് ചെടീൻ്റെ തൈകളുടെ വിത്തൊക്കെ പറിച്ച് പിന്നെതാ ഇവള് കയ്യിലിട്ട് സപ്പോർട്ടയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ അവരെ വീട്ടിൽ നിന്ന് ടാറ്റ ബൈ പറഞ്ഞു. ഇതാണ് ക്യാമറമാൻ സ്മിത. നിക്കോൺ ക്യാമറയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ക്യാമറ എടുത്തിട്ട് ബേർഡ്സിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടു. അവിടെ പോയപ്പോഴാണ് ലൈക്ക് ഒരു തേനീച്ച കൂടാൻ തോന്നുന്നു, എന്താണ് എക്സാക്റ്റ് അറിയില്ല. അതിൻ്റെ വാക്സ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ തോട്ടത്തിൽ പോയി കുറേ ബേർഡ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ വരുന്ന വഴിതാ ഇങ്ങനെ മുള്ളമ്പന്നീൻ്റെ കുറച്ച് മുള്ളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ആള് ക്ഷീണിച്ച് കിടപ്പിലായി. ആസ് യൂഷ്വൽ വൈകുന്നേരം ഞങ്ങൾ എല്ലാ ദിവസവും ലൈക്ക് കസിൻസ് എല്ലാവരും കൂടി ഒരു വീട്ടിൽ കൂടും. അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവരെ വീട്ടിലോട്ട് പോയി. സ്മിതേൻ്റെ കസിൻ എനിക്ക് നല്ല ചൂട് ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് രാത്രി ഞങ്ങൾ സ്ഥിരമായിട്ട് ലൈക്ക് ഗെയിംസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഗെയിംസും കളിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി.
അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഹോപ്പ് ഓൾ ആർ എൻജോയിങ് മൈ വീഡിയോസ്. എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. സോ ദ നെക്സ്റ്റ് day 3 will be coming soon on the next day. Yeah, until then, bye.